ഈ കുട്ടിയായിരുന്നല്ലോ എല്ലാ കാര്യത്തിനും കൂടെ ഉണ്ടായിരുന്നത്. ബ്ലഡ് വേണമെന്ന് പറഞ്ഞതും ഈ കുട്ടിയായിരുന്നല്ലോ. ഇവർക്ക് ബ്ലഡ് കൊടുത്തതും ഈ കുട്ടിയാ. പിന്നെ എന്തിനാ ആ കുട്ടിയോട് പുറത്തു പോവാൻ പറയുന്നേ? ഹൗ ഡു യു ഫീൽ സിത്താര? ഐ എം ഓക്കെ ഡോക്ടർ. ബ്ലഡ് കുറച്ചധികം നഷ്ടപ്പെട്ടിരുന്നു. അതുകൊണ്ടാണ് മയക്കത്തിൽ നിന്ന് ഉണരാൻ താമസിച്ചത്. എനിവേ കൂടുതൽ സ്ട്രെയിൻ ചെയ്യണ്ട. ഓക്കെ ഓക്കെ, താങ്ക് യു. അമ്മേ ഓക്കെ അല്ലേ? മോളിക്കുട്ടി, നമുക്ക് പുറത്ത് നിൽക്കാം. കഴിക്കാൻ എന്തേലും വേണോ? വേണ്ട മോളെ, വേണ്ടേ? വേണ്ട. അമ്മ, കൃഷ്ണ അടുത്ത് നിൽക്കുമ്പോഴും തൊടുമ്പോഴും മാഡം നല്ല സന്തോഷത്തില. അമ്മ അത് ശ്രദ്ധിച്ചായിരുന്നോ? എങ്ങനെയൊക്കെ നിഷേധിച്ചാലും അവളുടെ പെറ്റമ്മയല്ലേ മോളെ. ഞാൻ ഇറക്കി വിട്ടത് നിന്നോടുള്ള ദേഷ്യം കൊണ്ടല്ല കേട്ടോ. അറിയാം, പക്ഷേ എനിക്കറിയാവുന്ന അമ്മ പാവ. നീ അറിയാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്, ഞാൻ അനുഭവിച്ച കാര്യങ്ങൾ. അതൊന്നും ഇപ്പൊ പറഞ്ഞിട്ട് പ്രയോജനമില്ല. ഷേ, മേഡം അതൊക്കെ വിട്ടേക്കൂ. ഇപ്പോഴേ മനസ്സ് സന്തോഷമായിട്ട് വെക്കൂ. ഗാദേസിന് ചേച്ചിയും ഇപ്പൊ വരും. ഞാൻ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ രണ്ടാമത് കഥയെത്തി. ഇനി രണ്ടെണ്ണം കയ്യിൽ നിന്ന് പോകാതെ സൂക്ഷിച്ചു പിടിക്കണം. നിർമ്മല കീർത്തിയൊക്കെ വരുന്നുണ്ടല്ലോ. ആഹാ, വരട്ടെ വരട്ടെ. രണ്ടെണ്ണത്തിന് ഇന്ന് കൈയോടെ പൊക്കണം. ആ ദേ, നിങ്ങളോട് എന്റെ മമ്മി ഒരിക്കലും ആ വീട്ടിലേക്ക് വരരുതെന്ന് പറഞ്ഞിരുന്നതല്ലേ? പിന്നെ എന്തിനാ അവിടെ വന്നേ? ഇവളെയും കൂട്ടി നിങ്ങൾ അങ്ങോട്ട് വന്നത് എന്റെ മമ്മിയെ മനഃപൂർവ്വം അപായപ്പെടുത്താനല്ലേ? അകത്ത് ചെന്നാലേ മമ്മി ജീവനോടുണ്ട്. അവരോട് ചെന്ന് ചോദിച്ചു നോക്ക് എന്താ സംഭവിച്ചെന്ന്. ദേ, ചോദിക്കും. എന്നിട്ട് നിങ്ങൾ എന്തേലും ചെയ്താണെന്ന് എന്റെ മമ്മി പറഞ്ഞാലുണ്ടല്ലോ, ഒരൊറ്റൊരെണ്ണം ജീവനോട് ഹോസ്പിറ്റലിൽ വിട്ട് പോവില്ല. പിന്നെ കാലന്റെ ഭാര്യയല്ലേ നീ. ഞങ്ങൾ ഇവിടെ വന്നിട്ടുണ്ടെങ്കിലേ തിരിച്ചു പോവാനും അറിയാം. ഒന്ന് പോവണേ. ദേ, എന്റെ മമ്മിയെ ചതിച്ചവളാ നിങ്ങള്. ഇപ്പോഴും മമ്മിയുടെ പുറകെ നടക്കുന്നതേ എന്റെ മമ്മിയെ ചതിക്കാൻ വേണ്ടി തന്നെയാ. പക്ഷെ സിത്താര ശ്രീനിവാസ് ക്ഷമിച്ചത്രയും ഗാഥ ശ്രീനിവാസ് ക്ഷമിക്കില്ല. മനസ്സിലായോ? മാഡം, അകത്തേക്ക് പോവാം, വാ. അവൾ ആരാണ് അവളുടെ വിചാരം? മമ്മി, എന്താ മമ്മിക്ക് പറ്റിയത്? ഇവരെങ്ങനെയാ മമ്മി നമ്മുടെ വീട്ടിൽ കയറിയത്? അത് സത്യം പറയടി, എന്തായിരുന്നു നിങ്ങളുടെ ഉദ്ദേശം? എന്റെ മമ്മിയെ അപകടപ്പെടുത്തിയതിന്റെ ഉദ്ദേശം എന്തായിരുന്നു എന്നാ ഞാൻ ചോദിച്ചേ. മോളെ, എന്നെ ആരും അപകടപ്പെടുത്തിയതല്ല. ഞാൻ സ്റ്റെപ്പിൽ നിന്ന് തനിയെ വീണതാ. ഇവരവിടെ ഉണ്ടായിരുന്നോണ്ടാ ഞാൻ രക്ഷപ്പെട്ടത്. അതിനവരെ വഴക്ക് പറയില്ലേ? ഞാനിത് വിശ്വസിക്കില്ല മമ്മി. മമ്മി സ്ഥിരം ഇവളെ ന്യായീകരിക്കുന്നതാണല്ലോ.
എന്റെ മമ്മിയെ പരിചരിക്കാനേ എനിക്കറിയാം. നീ പുറത്തിറങ്ങ. പുറത്തിറങ്ങാൻ പറഞ്ഞില്ലേടി? ഇറങ്ങടി, ഇറങ്ങടി പുറത്ത്. വാടി ഇവിടെ. അയ്യോ വിട് ഗാഥ. ഗാഥ പുറത്തിറങ്ങാൻ. അവളുടെ ഒരു പരിചരണം. മോളെ വിട്. ഇങ്ങോട്ട് പറയുന്നൊന്ന് കേക്ക്. ഇറങ്ങാനല്ലേ നിന്നോട് പറഞ്ഞേ? ഇറങ്ങ് ഗാഥ. ഇറങ്ങ്. നിന്റെ അടുത്തല്ലേ ഇറങ്ങാൻ പറഞ്ഞേ? ഇറങ്ങടി. എന്താ ഇത്? എന്താ ഇവിടെ ഇങ്ങനെ ബഹളം വെക്കുന്നേ? ഒരു പേഷ്യന്റ് കിടക്കുന്നിടത്ത് വന്ന് ഇങ്ങനെ ബഹളം വെക്കാൻ പാടില്ല എന്ന് നിങ്ങൾക്ക് അറിയില്ലേ? ഇവളോട് പുറത്തേക്ക് പോവാൻ പറ സിസ്റ്ററെ. എന്തു പറ്റി? ഈ കുട്ടിയായിരുന്നല്ലോ എല്ലാ കാര്യത്തിനും കൂടെ ഉണ്ടായിരുന്നത്. ബ്ലഡ് വേണമെന്ന് പറഞ്ഞതും ഈ കുട്ടിയായിരുന്നല്ലോ. ഇവർക്ക് ബ്ലഡ് കൊടുത്തതും ഈ കുട്ടിയാ. പിന്നെ എന്തിനാ ആ കുട്ടിയോട് പുറത്തു പോവാൻ പറയുന്നേ? എന്നിട്ട് നീ എന്നോട് പറഞ്ഞില്ലല്ലോ. അസുഖം വന്നൊരാൾ കിടക്കുമ്പോ അത് എല്ലാരും ചെയ്യുന്ന ഒരു കാര്യമല്ലേ? ഞങ്ങൾ ഇറങ്ങാം മാഡം. ഞങ്ങൾ പോവാ. ഞങ്ങൾ ഇവിടെ നിന്നിട്ട് ഗാഥയ്ക്ക് ബുദ്ധിമുട്ടാവണ്ട. ഓ അല്ലെങ്കിൽ നിന്റെ സർവീസേ ഇവിടെ നിന്ന് ആർക്കും ആവശ്യമില്ല. ഗാഥ. മമ്മിക്ക് ഇതൊക്കെ വിഷമമുണ്ടാവും. പക്ഷെ എനിക്ക് യാതൊരു വിഷമവുമില്ല. ഗാഥ പേടിക്കൊന്നും വേണ്ട. ഞാൻ ഇറങ്ങാന്ന് പറഞ്ഞില്ലേ? പോട്ടെ മാഡം. ഡോക്ടർ പറഞ്ഞ പോലെ നന്നായി റെസ്റ്റ് എടുത്തോളൂ. ടെൻഷനൊന്നും അടിക്കണ്ട. ഓ അതൊക്കെ ഞങ്ങൾ സൗകര്യം പോലെ നോക്കിക്കോളാം. നിന്റെ ഉപദേശം ഇക്കാര്യത്തിൽ ആവശ്യമില്ല. ഇറങ്ങ്, ഇറങ്ങടി ഇങ്ങോട്ട്. ഞാൻ പോവാ മാഡം. ബോധമില്ലാതെ കിടന്നിരുന്നെന്നാ ഡോക്ടർ പറഞ്ഞത്. പെട്ടെന്ന് എത്തിച്ചുകൊണ്ട് മാത്രം രക്ഷപ്പെട്ടു എന്നും പറഞ്ഞു. എല്ലാം അവള് കാരണ. നിങ്ങൾ എന്താ വരാൻ താമസിച്ചത്? എന്ത് പറ്റൂ ചേട്ടാ? അവര് പോയോ? ഏയ്, ഞാൻ അങ്ങനെ വിടുവോ? സുമിത്രേ, നവീൻ എപ്പോ വരും? നവീൻ ഇപ്പൊ തന്നെ എത്തും. അവൻ തിരിച്ചിട്ടുണ്ട്. ആ എന്നാ കുറെ കാലമായിട്ട് നിങ്ങൾ കാണാൻ കാത്തിരുന്ന കാഴ്ചകൾ ഞാൻ ഇപ്പൊ കാണിച്ചു തരാം. അല്ല, സിത്താര അപകടത്തിൽപ്പെട്ട് കിടക്കുന്നതാണോ കാണാനായി കാത്തിരുന്ന കാഴ്ച? സിതാര ഹോസ്പിറ്റലായത് അവിടെ നിൽക്കട്ടെ. ഇപ്പോ ഇവിടെ ഈ ഹോസ്പിറ്റലിലെ 2 ഗാഥമാരുണ്ട്. എങ്ങനെ? 2 ഗാഥമാരുണ്ട്.